സെൽഫ് ലവ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ആഡംബരമായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചപ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും സ്നേഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫാമിലിയെ സ്നേഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ കുറച്ച് സ്നേഹിക്കുക എന്നുള്ളതല്ല. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു കരുണയും വാത്സല്യവും സ്നേഹവും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് എന്നതൊരു സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ അതൊക്കെ അഹങ്കാരമാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമ്മളുടെ ജീവിതത്തിൽ പലരുടെ ഇടയിലും ഉണ്ടാവാം. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനകത്ത് വെള്ളമൊന്നുമില്ല, ശൂന്യമായിട്ടുള്ള ഒരു ഗ്ലാസ്. അതിനകത്ത് വെള്ളമില്ലെങ്കിൽ ദാഹിച്ചു വരുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വയം സ്നേഹവും കരുതലും ഊർജവും ഒന്നും നമുക്ക് സ്വയം ഇല്ലെങ്കിൽ അതെങ്ങനെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴത്തിൽ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സെൽഫ് ലവ് എന്നുള്ളത് ഒരു സെൽഫിഷ് മനോഭാവമോ അതും അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കുന്നതോ ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റാൻ കഴിയുന്ന 9 സെൽഫ് ലവ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ഹാബിറ്റ് എന്താന്ന് വെച്ചാൽ ഹെൽത്തി ബൗണ്ടറീസ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരോടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങളോട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. അതായത്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഒരു 3 വാക്കുകൾ നമ്മൾ എത്ര തവണയാണ് പറയണത്? പക്ഷെ സത്യം എന്താണ്? നമുക്ക് കുഴപ്പമുണ്ട്, നമുക്ക് ക്ഷീണമുണ്ട്, നമുക്ക് വിശ്രമം വേണം. കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഒരു പേടിയുണ്ട്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് എന്നോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് മോശമായി ബാധിക്കുമോ? ഇനി എന്നോട് സംസാരിക്കാതിരിക്കുമോ? ഈ പേടി കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ നമ്മളെ സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ചെറുപ്പകാലം മുതൽ പഠിക്കുന്നത് എന്താ? നല്ല കുട്ടിയാവണം, എല്ലാവരെയും സഹായിക്കണം, ആരെന്ത് സഹായം ചോദിച്ചാലും കഴിയുന്നത്ര ചെയ്തു കൊടുക്കണം. ഇവയെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആരും പഠിപ്പിക്കാത്തൊരു കാര്യം എന്താ? മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് നിങ്ങളെയും സംരക്ഷിക്കണം എന്നുള്ളത്. ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആളുകളെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ ആരെയെങ്കിലും വെറുക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വില കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വില കൊടുക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു ലോകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ബന്ധമാണ്. ആ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകം മുഴുവൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും ഒരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിച്ചു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് ഏതാ എന്നുള്ളത് ചോദിച്ചു. അപ്പം അമ്മ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നുള്ളത്. ഞാൻ ആ സമയത്ത് പെട്ടെന്നൊന്ന് ബ്ലാങ്ക് ആയി പോയെങ്കിലും എനിക്ക് ഒരു മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടി 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 സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി എന്നുള്ളതാണ്. എല്ലാ അമ്മമാരും, നമ്മുടെ വീട്ടിലുള്ള മിക്ക അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം ആരോഗ്യത്തെയും സ്വന്തം സമയത്തെയും സ്വന്തം മനസ്സിനെയും സ്നേഹിക്കാൻ പഠിക്കണം. കാരണം നിങ്ങളുടെ സമാധാനത്തിനും വിലയുണ്ട്. രണ്ടാമത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ? നാളത്തെ കാലാവസ്ഥ ഇനി എന്തായിരിക്കും? എനിക്ക് നാളെ ഭാഗ്യം ഉണ്ടാവുമോ? അതും അല്ലെങ്കിൽ നാളെ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമോ? അങ്ങനെയുള്ള ഓരോ തോട്ട്, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ എന്ത് പഠിക്കും, ഇന്ന് ഞാൻ എന്ത് തീരുമാനിക്കും, ഇന്ന് ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ വിമർശിച്ച് സംസാരിച്ചാൽ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അവർ പറഞ്ഞ കാര്യം മാത്രം ആലോചിച്ച് ആ ദിവസം മുഴുവൻ വിഷമിച്ചിരിക്കണോ എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നല്ല മഴയാണെങ്കിൽ ചിലർ മഴയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മഴ ഈ സമയത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? കുടയെടുത്ത് അവരുടെ കാര്യം നോക്കി പോകും. പക്ഷേ അവിടെ ആ കാലാവസ്ഥ മാറിയിട്ടില്ല, പക്ഷെ ആളുകളുടെ സമീപനം മാറി. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് നിയന്ത്രിക്കാൻ കഴിയുന്നോ ആ കാര്യങ്ങളിൽ മാത്രം നമ്മളുടെ ഊർജ്ജം ചെലവഴിച്ചാൽ മതിയല്ലേ? വെറുതെ അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ ഊർജ്ജം ചെലവഴിച്ചിട്ട് നമ്മൾ അന്ന് മുഴുവൻ അസ്വസ്ഥരായിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് തോന്നും. അടുത്ത ഹാബിറ്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ ഈ ഒരു സമയം വരെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുള്ള വാക്കുകളും ആ ഒരു രീതികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. ഇപ്പൊ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒന്നും എനിക്ക് ശരിയായിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള രീതി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഫോട്ടോ
നോക്കിയിട്ട് നമുക്കൊന്നും ഇഷ്ടമാവാത്ത ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എന്ത് പറയും, ഞാൻ ഒട്ടും സുന്ദരിയല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളെക്കാൾ മുന്നിലെത്തിയാൽ ഓട്ടത്തിലോ എന്തെങ്കിലും എക്സാമിലോ എന്താവട്ടെ മുന്നിലെത്തിയാൽ നമ്മൾ എന്താ പറയാ, അവർക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് ആ ഭാഗ്യമില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തമാശ രൂപേണയോ ഒക്കെ പറയാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിനറിയില്ല നമ്മൾ തമാശയാണോ കാര്യമാണോ എന്ന് പറയുന്നതൊന്നും വേർതിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. അത് കേൾക്കും, അത് വിശ്വസിക്കും, പിന്നെ പതിയെ അതിനനുസരിച്ച് നമ്മളെ മാറ്റാൻ തുടങ്ങും. ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിനക്ക് കഴിയില്ല, നിനക്ക് ബുദ്ധിയില്ല, നീ എപ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടത്ര സൗന്ദര്യമില്ല, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര കാലം അത് കേട്ടുകൊണ്ടിരിക്കും? മാക്സിമം പോയ ഒരു ദിവസം, അതിൽ കൂടുതലൊന്നും നമ്മൾ ആ ഫ്രണ്ടിനെ കൂടെ നിർത്താൻ ഉദ്ദേശിക്കില്ല അല്ലേ? അതുപോലെയാണ് നമ്മൾ നമ്മളോട് തന്നെ അപ്പൊ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ നമ്മളോട് തന്നെ പറയാണ്, ഓ എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയാണ്, എല്ലാം എൻ്റെ വിധിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോൾ ശരിക്കും അത് എത്ര വലിയ ഒരു അനീതിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ മക്കളോ അങ്ങനെ ആരുമല്ല. അത് നമ്മൾ നമ്മളോട് തന്നെയാണ്, നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. സോ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ല, നെഗറ്റീവാണ് കൂടുതലെങ്കിൽ നമ്മുടെ ജീവിതവും പതുക്കെ 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 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങും. ഞാൻ ഭാഗ്യമില്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പറയാൻ ശ്രമിക്കണം. ഇത് ശരിക്കും ഒരു പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, ഇത് നമ്മളുടെ തലച്ചോറിനെ തന്നെ ഒരു പുതിയ രീതി പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഡെയിലി അഫർമേഷൻസ് ഒക്കെ പറയുന്നതിൻ്റെ ഒരു പ്രസക്തി അതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ബ്രെയിൻ അതുപോലെ അങ്ങ് വിശ്വസിക്കും. സോ നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ? നമ്മളുടെ ജീവിതം ഓരോരുത്തരുടെ സാഹചര്യവും ഡിഫറെൻ്റ് ആണ്, എപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ല. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എപ്പോഴും ഒരേ പോസിറ്റീവ് വൈബ് പോലെ ഒന്നും ഇരിക്കില്ല അല്ലേ? സോ നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് വേർഡ്സ് ഒക്കെ പറയാനും എല്ലാം തോന്നുകയാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് വരാം. ഇപ്പം ഡെയിലി പറയുന്ന ആളുകൾ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും. അതിന് നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാൻ മോർണിംഗ് അഫർമേഷൻസ്, നൈറ്റ് അഫർമേഷൻസിൻ്റെ പറഞ്ഞിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും. ഞാനത് വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ലിവിങ് വിത്ത് ഇൻറ്റൻഷൻ. ഇപ്പം നമ്മൾ രാവിലെയൊക്കെ നേരത്തെ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വേഗം സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്തു, ആദ്യം വാട്സപ്പ് എടുത്തു, മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്തു, പിന്നെ നേരെ ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷൻ കണ്ടു, നേരെ അങ്ങോട്ട് പോയി 2-3 റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നു, പിന്നെ നേരെ യൂട്യൂബിലേക്ക് പോയി. അങ്ങനെ 1-2 മണിക്കൂർ അവിടെ പോയി. ഇപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ലൈഫ് എന്തെങ്കിലും 1% ഇമ്പ്രൂവ്മെൻ്റ് ആയോ, നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് വിശ്രമം വേണ്ട, വിനോദം വേണ്ട എന്നുള്ളതല്ല. നിങ്ങൾ വിശ്രമിക്കുന്നുണ്ടോ അതോ അലക്ഷ്യമായിട്ട് സമയം കളയുന്നതാണോ? ഇത് രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം ഒരാൾ ഒരു മനസ്സൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു മൂവി കാണുന്നു. ഒരു 1-1.5 മണിക്കൂറിൻ്റെ മൂവിയാണ്. അയാൾ മൂവി കണ്ടു കഴിഞ്ഞു, വേഗം പിന്നീട് മനസ്സൊക്കെ ഒന്ന് ഓക്കെയായി വീണ്ടും ജോലിയിലേക്ക് മടങ്ങുന്നു. അത് ഒരു വിശ്രമമാണ്. ഇനി വേറൊരാളാണെങ്കിൽ ആദ്യം ഒരു മൂവി കണ്ടു കഴിഞ്ഞു, പിന്നെ വേഗം ഫോൺ എടുത്തു, അതിലെന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്തോ മനസ്സിനൊക്കെ ക്ഷീണം എന്ന് പറഞ്ഞ് കുറച്ച് നേരം കിടന്നു, വീണ്ടും ഫോൺ സ്ക്രോൾ ചെയ്തു. ഒന്നും നമ്മളെ അങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഫുൾ ടൈം ഈ ഒരു മനസ്സിനെ മടുപ്പിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് വേറെ പലതരത്തിലും നമുക്കൊന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്താം അല്ലേ? അല്ലെങ്കിൽ ചെറിയൊരു യാത്രയൊക്കെ ചെയ്യാം, അങ്ങനെ, അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാം. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു എഫേർട്ടൊന്നും എടുക്കുന്നില്ല. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ മടി പിടിച്ചിരുന്ന അതൊരു വിശ്രമമല്ല. ലിവിങ് വിത്ത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതല്ല, ഓരോ ദിവസം ബോധപൂർവം ജീവിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഒരു ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. ജീവിതത്തിന്റെ ഒഴുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നമ്മളിങ്ങനെ തട്ടിയും തടഞ്ഞിങ്ങനെ പോവുകയാണ്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളൊരു തീരുമാനമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനം വേണം. അതിനനുസരിച്ച് വേണം ജീവിതത്തിന്റെ ഒഴുക്ക് പോകേണ്ടത്. ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതും ലിവിങ് വിത്ത് ഇൻറ്റൻഷൻ്റെ ഭാഗമാണ്. നമ്മൾ പണ്ടൊക്കെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് എന്തിനാ ചെയ്തേ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല,
ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല നമ്മളുടെ ഇനിയുള്ള ജീവിതം. ഓരോ ദിവസത്തിലെ ചെറിയ ചെറിയ ഹാബിറ്റുകളിൽ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവണം. അഞ്ചാമത്തെ ഹാബിറ്റ് എന്താന്ന് വെച്ചാൽ മനസ്സിനെ ശക്തമാക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം, നല്ല തൊലിക്കെട്ടി വേണം എന്നുള്ളത്. നമ്മളിപ്പം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ നാളെ നമ്മളെ ഇഷ്ടപ്പെടാതെ ആവാം. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാവാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമുക്ക് വ്യൂസും ലൈക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പം 100 പേര് നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അത് ഓർത്തുകൊണ്ടേയിരിക്കും. 100 പേര് അവിടെ നല്ലത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഫോക്കസ് മോശം കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് 100 നല്ല വാക്കുകളേക്കാൾ ഒരു മോശം വാക്കിന് ഇത്രയും ശക്തി കൂട്ടുന്നത് എന്ന്? ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല, മനുഷ്യന്റെ ഒരു തലച്ചോറിന്റെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു തലച്ചോറിന്റെ ഒരു സ്വഭാവമാണിത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനും പഠിക്കാം. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ലോകത്തിലെ ഏറ്റവും നല്ല ആളുകളെ പോലും വിമർശിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ തിക് സ്കിൻ എന്നുള്ളത് വിമർശനങ്ങളെ അവഗണിക്കുക എന്നുള്ളതല്ല, അത് കേൾക്കുക, അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അതിൽ നിന്ന് പഠിക്കുക, സ്വയം മെച്ചപ്പെടുത്തുക. പക്ഷേ അത് വെറും മറ്റൊരാളുടെ അഭിപ്രായം മാത്രമാണെങ്കിൽ അതിനെ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ അനുവദിക്കരുത്. ഇപ്പം വിമർശനം ഉന്നയിച്ച ആള് അത് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് മറന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ആ ദിവസത്തിലുടനീളം ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അല്ലേ? എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നതല്ല വിജയം. ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതിരുന്നാലും നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടു, അതും അല്ലെങ്കിൽ ഇപ്പം നമ്മളൊന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് നമ്മളുടെ ഒരു വ്യക്തിത്വം ഒന്നും നിർണ്ണയിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മൂല്യവും കുറയാൻ പോകുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ എന്നൊക്കെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരെയാണ് ആളുകൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് വിമർശനങ്ങളെയൊക്കെ ഭയന്ന് നമ്മൾ ഓടിപ്പോകുക ഒന്നും വേണ്ട. അതിന് നമ്മൾ ഫേസ് ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, അവര് ഭയങ്കര സ്ട്രോങ് ലേഡിയാ എന്നുള്ളത്. എത്ര പ്രശ്നങ്ങളൊക്കെ വന്നാലും തളരാതെ മുന്നോട്ട് പോകുന്നവരാ എന്നുള്ളത്. അതാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കരുത്തരാവും. അടുത്ത ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ എൻജോയ് യുവർ ഓൺ കമ്പനി. അവനവൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ, നിങ്ങൾ അവസാനമായിട്ട് 1 മണിക്കൂർ ഫോണൊന്നുമില്ലാതെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾ നിങ്ങളോട് കൂടെ തന്നെ സമയം ചിലവഴിച്ചത് എപ്പോഴാണെന്നുള്ളത്? നമ്മളിൽ പലർക്കും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കും, അതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ മറ്റുള്ളവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കൂടെയാണ്. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഒന്നില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം, അതും അല്ലെങ്കിൽ ഇപ്പം കൊളീഗ്സ് ആരെങ്കിലുമൊക്കെ ആവാം. ഒറ്റയ്ക്ക് ആയിട്ട് നമ്മൾ സമയം ചിലവിടുന്നതേ ഇല്ല. സ്വയം സമയം ചെലവിടുക എന്നുള്ളത് നമ്മൾ ആരും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലേക്ക് വന്നാൽ സന്തോഷം, മെസ്സേജ് വന്നാൽ സന്തോഷം, ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ സന്തോഷം. ഇനിയിപ്പോൾ ആരും വിളിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിക്കും അല്ലേ? നമ്മൾ ഒറ്റപ്പെട്ട പോലെയാവും. ഒറ്റയ്ക്ക് ഒന്നിനും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒന്നും നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഒറ്റയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ഈ സമയത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാം, ഒരു മഴയൊക്കെ കണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയിരുന്ന ഒരു കാപ്പി ഇട്ട് കുടിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാം, അല്ലെങ്കിൽ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചിന്തകൾ എഴുതി കുറിക്കാം. മൊബൈലൊക്കെ മാറ്റി വെച്ച് നമ്മൾക്കായിട്ട് തന്നെ കുറച്ച് സമയം മാറ്റി വെക്കാം. ഇവയെല്ലാം വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മുടെ മനസ്സിന് മാറ്റം നൽകുന്ന വലിയ ശീലങ്ങളുടെ ഒരു ഭാഗമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്തു പോയി സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളുടെ മനസ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളിപ്പോൾ ആരാണ്, നമ്മളിപ്പോൾ എവിടെ എത്തി, നമ്മുടെ ഗ്രോത്ത് ഒക്കെ എങ്ങനെ പോകുന്നു, സ്വയം അവലോകനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ. എങ്കിലിപ്പം ഞാൻ എങ്ങനെയുണ്ട്, എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്, നമ്മളോട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളൊരു ബോണ്ടിങ് വേണ്ടത് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കൂട്ടുകെട്ടാണ്. സ്വന്തം ഒരു കൂട്ടുകെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ കൂട്ടുകെട്ട് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം തരണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റിവെക്കുക. മറ്റുള്ള തിരക്കുകളൊന്നുമില്ല, നിങ്ങളും നിങ്ങളുടെ മനസ്സും മാത്രം. അടുത്ത ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് കെയർ. എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, സെൽഫ് കെയർ എന്നുള്ളത് ഒരു ആഡംബരമല്ലേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, അതൊരു ആഡംബരമല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത്.
പഠനം, ജോലി, കുട്ടികൾ ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നു. പക്ഷെ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് പൂർണ്ണമായിട്ടൊന്ന് വിശ്രമിച്ചത് എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതും അല്ലെങ്കിൽ അവസാനമായിട്ട് നന്നായിട്ടൊന്ന് മനസ്സൊക്കെ ഒന്ന് വിട്ട് നല്ലപോലെ സുഖമായിട്ട് ഉറങ്ങിയത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? സ്വന്തം ആരോഗ്യത്തിനും സ്വന്തം മനസ്സിനും വേണ്ടിയൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മളത് പലപ്പോഴായിട്ട് മാറ്റിവെക്കും. അതിനിപ്പോഴൊന്നും സമയമില്ല, അത് പിന്നെ ചെയ്യാം. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇപ്പം പാർലറിലൊക്കെ പോയിട്ട് വില കൂടിയ ഫേഷ്യൽസ് അല്ലെങ്കിൽ സ്പാ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഇപ്പം വിദേശ യാത്രയ്ക്കൊക്കെ പോവുക എന്നുള്ളതൊന്നുമല്ല. യഥാർത്ഥ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ശരിയായ സമയത്ത് ഉറങ്ങുക. ഒരു 7-8 മണിക്കൂറെങ്കിലും അവനവൻ്റെ ശരീരത്തിന് വിശ്രമം കൊടുക്കണം. ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ ശരീരം ഒന്ന് മൂവ് ചെയ്യിക്കണം. പിന്നെ അതുപോലെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. 5 മിനിറ്റെങ്കിലും ശാന്തമായി എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷനോ യോഗയൊക്കെ ചെയ്യുക. മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ ഒരു ഡയറിയിൽ എഴുതുക. ദിവസവും നന്ദി പറയാനുള്ള ഒരു 3-4 കാരണങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥ സെൽഫ് കെയർ എന്ന് പറയുന്നത് ആഡംബരമല്ല, അത് നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് എന്നുള്ളത്. അടുത്ത ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. സ്വന്തം ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ മടിക്കരുത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കുമ്പം അധികം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ടെൻഷനാണ്. അയ്യോ ഇത്ര വില കൂടുതൽ വേണ്ടായിരുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ടെൻഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പണത്തോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാവാം, ഇനി എന്തെങ്കിലും ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പുസ്തകം വാങ്ങിയിട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു യാത്രയാണെങ്കിൽ അങ്ങനെയാവാം. എന്താണോ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇങ്ങനെ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ലൈഫിനും കൊടുക്കുന്ന ഒരു പ്രിയോറിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. സോ ഒന്നും നമ്മൾക്ക് വേണ്ടി മാറ്റി 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 വെച്ചിട്ട് ഇത്ര കാലം നമ്മൾ മുന്നോട്ട് പോയില്ലേ, എല്ലാം മറ്റുള്ളവർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മളുടെ സെൽഫ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണം എന്നുള്ളതൊന്നുമല്ല. വരുമാനത്തിൻ്റെ ഒരു 10-15% നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ഒരു 20%-ൽ കൂടുതലാവരുത് എന്ന് മാത്രം. പറയുന്ന 8 ശീലങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പം എന്തായാലും നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. സെൽഫ് ലവ് എന്നത് ജസ്റ്റ് ഒരു കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതായത് നിങ്ങളുടെ ജീവിതത്തെ ആദരിക്കുന്ന തീരുമാനങ്ങൾ ഓരോ ദിവസവും എടുക്കുന്നതും കൂടിയാണ് യഥാർത്ഥ സെൽഫ് ലവ്. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മളെ സ്വയം കുറ്റപ്പെടുത്തുന്നതൊക്കെ കുറച്ച് നമുക്ക് സ്വയം സ്നേഹിക്കാം. കാരണം ഈ ലോകത്ത് ജീവിതം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളാണ്. അപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കൂ, ബഹുമാനിക്കൂ. കാരണം നിങ്ങളും വിലപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.